ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം സുജാതയുടെ മകൾ ഗീത കൂടി രാവിലെ തന്നെ ഒരു ഓട്ടോയിൽ കയറി സുജാതയുടെ വീട്ടിലേക്ക് വരിക. അപ്പം അവരെ കാണുമ്പോൾ ശാരദയ്ക്ക് ഭയങ്കര സന്തോഷമാവുക. കൂടെ കൊച്ചുമക്കളും ഉണ്ട് കേട്ടോ. അപ്പം ആ കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുക. മോളെ ഓർമ്മയുണ്ടോ അമ്മായിയെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുന്ന ഗീത പറയും, കുഞ്ഞിനെ ഞാൻ പിടിച്ചോളാം അമ്മായി, അവളെ പിടിക്കാനുള്ള ആരോഗ്യമൊക്കെ തൽക്കാലം എനിക്ക് ദൈവം തന്നിട്ടുണ്ട്, അമ്മായിക്ക് പറ്റുമെങ്കിലേ ഈ ഓട്ടോ കാശ് അങ്ങ് കൊടുത്തേരെ എന്ന് പറയാം. അപ്പം ശാരദ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുക. 10 രൂപ കയ്യിലെടുക്കാനില്ലാത്തപ്പം ശാരദയെ അപമാനിക്കാനായിട്ട് തന്നെയാണ് അങ്ങനെ സംസാരിച്ചത്. അപ്പം പെട്ടെന്ന് സുജാത അങ്ങോട്ട് ഇറങ്ങി വരിക. നീ എന്ത് വർത്തമാനമാണ് അവരോട് പറഞ്ഞത്? 10 പൈസ കയ്യിലില്ലാത്തത് കൊണ്ടല്ലേ നമ്മുടെ വീട്ടിൽ അഭ്യർത്ഥിയായിട്ട് വന്ന് കിടക്കുന്നത്. അപ്പം നീ അവരോട് ഓട്ടോ കാശ് കൊടുക്കാൻ പറഞ്ഞാലേ എവിടുന്നെടുത്ത് കൊടുക്കാനാ? ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് എത്ര രൂപയായി എന്ന് ഓട്ടോക്കാരനോട് ചോദിക്കുക. 800 രൂപ എന്ന് പറയുമ്പം അതെടുത്ത് ഓട്ടോക്കാരൻ്റെ കയ്യിലോട്ട് കൊടുക്കുകയാണ് കേട്ടോ. നീ ഇവരോട് ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞാലേ പണ്ടത്തെ അവസ്ഥയൊന്നും അല്ല. 10 രൂപയില്ല, നമ്മൾ വല്ലതും കൊടുക്കുന്നത് വേണം വെട്ടി വിഴുങ്ങി തിന്നാൻ, അല്ലാതെ എവിടുന്നെടുത്ത് കഴിക്കാനാ എന്നൊക്കെ പറയാണ്. അമ്മയ്ക്ക് നാണമില്ലേ ഇവരെ വീണ്ടും വീട്ടിലേക്ക് കയറ്റാൻ എന്ന് ഗീത ചോദിക്കുക. അയ്യോ, ഞാനിവിടെ അവരെ ആനയിച്ച് കയറ്റിയില്ലെങ്കിലേ ഈ നാട്ടുകാരെന്തു പറയുമെന്ന് എൻ്റെ മകന് ഭയങ്കര വിഷമം, അതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറയാം. അപ്പം ശാരദയോട് സുജാത പറയും, ഗീതമോള് വന്ന ആ ഓട്ടോയിൽ കുറേ സാധനങ്ങൾ ഇറക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ ഇങ്ങ് എടുത്തോണ്ട് വെച്ചേ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഗംഗയ്ക്ക് എന്തോ പോലെ ആവുകയാണേ. അപ്പം വാ എന്നും പറഞ്ഞ് കാവേരി അവരെ വിളിച്ചുകൊണ്ട് പോവുക. അപ്പോൾ പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് നമ്മുടെ യമുന വരുന്നത്. അപ്പോൾ യമുന ചോദിക്കും, നിങ്ങൾ എന്താ എടുത്തുകൊണ്ട് പോകുന്നത്? അത് ഗീതമോളും കുഞ്ഞും വന്നതാ എന്ന് ശാരദ പറയൂ കേട്ടോ. അപ്പം യമുനെ കാണുന്ന ഗീത സുജാതയോട് ചോദിക്കും, അല്ല ഇവളിതെവിടെ പോയിട്ട് വന്നതാ? എന്നോടൊന്നും പറയാറില്ല, പഠിക്കുന്ന പെങ്കൊച്ചൊക്കെ അല്ലേ, എന്തേലും ആവശ്യത്തിന് കോളേജ് വല്ലതും പോയതായിരിക്കും. എൻ്റെ അമ്മ ഇങ്ങനെ നോക്കിയും കണ്ടും ചെയ്യാതിരുന്നാൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക? ഇവരിവിടെ വന്ന് അട്ടിപ്പേർ കിടക്കുമ്പം ഇവരുടെ മേൽ അമ്മയ്ക്കൊരു കണ്ണ് വേണ്ടേ? അധ്വാനിച്ചുണ്ടാക്കുന്ന കാശിന് ഇവരിവിടെ വന്നിരുന്ന് ജീവിക്കുമ്പം ഇവരുടെ കാര്യത്തിൽ നമുക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ പറയുന്ന അനുസരിച്ച് ജീവിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ അവരിവിടെ താമസിക്കേണ്ട ആവശ്യമേ ഉള്ളൂ എന്ന് പറയണം. അല്ലടി, 800 രൂപ ഓട്ടോ കാശ് ആയായിരുന്നോ? എനിക്ക് നീ ആയതുകൊണ്ടൊരു സംശയം. അതെന്താമ്മേ അങ്ങനെ പറഞ്ഞത്? നിന്റെ സ്വർണ്ണമ്മേനെയും ദാസേട്ടനെയും എനിക്കറിയാത്തതല്ലോ, അവരെന്താ നിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് അയച്ചത്? എൻ്റെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പം എന്നെ പിന്നെ അവർ വിടാതിരിക്കുമോ? സ്വർണ്ണമ്മ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞതാ. ഞാൻ പറഞ്ഞു ഇതൊക്കെ എനിക്ക് നിസ്സാരമായിട്ട് ഹാൻഡിൽ ചെയ്യാനേ ഉള്ളൂ എന്ന്. അവിടെ കുടിയേറിയിരിക്കുന്നവരെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് വന്നോളാന്ന് പറഞ്ഞപ്പോൾ സ്വർണ്ണമ്മ ഒന്ന് സമാധാനിച്ചത് എന്ന് പറയണം കേട്ടോ. അമ്മേ, ഞാൻ പറഞ്ഞ കാര്യം അമ്മ മറക്കണ്ട. ഇങ്ങനെ തുടക്കത്തിൽ തന്നെ ഇവരൊന്നും ഇങ്ങനെ കയറ് വിടരുത്. അമ്മയുടെ നെഞ്ചത്ത് കയറിയിരുന്ന് അവർ പഞ്ചാരി മേളം കെട്ടും, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അമ്മ വിഷമിക്കൊന്നും വേണ്ട, ഇപ്പം ഞാൻ വന്നില്ലേ, എല്ലാ കാര്യത്തിനും ഞാനൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കി തരാം. അത് വേണോടി. ചില സമയത്തെ ഈ വീട്ടിലെ മോട്ടർ കേടാവും, വാഷിംഗ് മെഷീൻ റിപ്പയർ ആകും, കരണ്ട് പോയിന്നൊക്കെ ഇരിക്കും, അതിനൊക്കെ ഇവിടെ ചെയ്യാനാണ് അവര്. അമ്മ അത് കണ്ണടച്ച് നിൽക്കണം, മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത് എന്ന് ഗീത അമ്മയെ ഉപദേശിക്കുകയാണ് കേട്ടോ. അല്ലാതെ ഇവരെ ഇങ്ങനെ ഭരിക്കാനായിട്ട് വിട്ടുകൊടുത്തു കഴിഞ്ഞാലേ അമ്മയെ തന്നെ ഇവർ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന അവസ്ഥ വരും. ഞാൻ പറയുന്നത് അമ്മയ്ക്ക് മനസ്സിലാക്കുന്നുണ്ടോ? എങ്ങനെ അവരെ ഹാൻഡിൽ ചെയ്യണമെന്നേ എനിക്കറിയാം. അമ്മ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്നുള്ള രീതിയിൽ അങ്ങ് നിന്നേക്കണം. ഞാൻ ചെയ്യുന്നതൊക്കെ കണ്ട് എന്നെ ചോദ്യം ചെയ്യാൻ വന്നേക്കരുത്. എല്ലാം ഞാൻ എൻ്റെ അമ്മയുടെ എൻ്റെ അനിയൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതെന്നുള്ള ബോധ്യം വേണം. മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ സുജാത ശരി എന്നുള്ള രീതിയിൽ തലയാട്ടാണ് കേട്ടോ. ഇതേ സമയം ശാരദയും മക്കളും നമ്മുടെ അച്ഛമ്മയും കൂടി ഇങ്ങനെ കൂടെ നിൽക്കുക. അല്ല മക്കളെ, അന്ന് അച്ഛൻ ഒരു തോട്ടം വാങ്ങുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ കാവേരി പറയും, ഗംഗേച്ചിയുടെ നിശ്ചയം കഴിഞ്ഞിട്ട് തോട്ടത്തിൻ്റെ രജിസ്ട്രേഷൻ നടത്താമെന്നല്ലേ അച്ഛൻ പറഞ്ഞത്? നിശ്ചയം കഴിഞ്ഞില്ലല്ലോ, അതുപോലെ രജിസ്ട്രേഷനും ഇന്നിപ്പോൾ നടത്തണ്ട, അതിനുള്ള കാശൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. പകരം പണം തിരികെ വാങ്ങണമെന്നാണോ അമ്മ പറയുന്നത് എന്ന് ഗംഗ ചോദിക്കുക. തോട്ടം വാങ്ങുന്നൊന്നും അല്ലല്ലോ ഇപ്പം പ്രധാനം. കയ്യിലുണ്ടായിരുന്ന പണം മുഴുവനും അച്ഛൻ ആ തോട്ടത്തിലാണ് മുടങ്ങിയിരിക്കുന്നത്. അത് തിരിച്ചു കിട്ടിയാൽ നമുക്ക് ഇപ്പം ഒരു സഹായമല്ലേ, വീടിൻ്റെ കടം തീർക്കാം. അച്ഛൻ ആ തോട്ടത്തിന് എത്ര രൂപ അമ്മ കൊടുത്തിരിക്കുന്നേ? അതൊക്കെ ഞാൻ എങ്ങനെ അറിയാനാ മോളെ? ജയബാലേട്ടനല്ലേ അറിയാൻ പറ്റുള്ളൂ. അതും നേരാ. ആ തോട്ടം എത്ര ഏക്കർ ഉണ്ടെന്നാ പറഞ്ഞത് എന്നപ്പം അച്ഛമ്മ ചോദിക്കും. 5 ഏക്കർ എന്നാ അന്ന് പറഞ്ഞത്. 5 ഏക്കർ എന്ന് പറഞ്ഞാൽ ഒരു നല്ല തുക തന്നെ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പം മോശമല്ലാത്തൊരു സംഖ്യ വരും എന്ന് പറയും. അങ്ങനെ ഒരു നീക്കിയിരിപ്പുണ്ടെങ്കിൽ നീ വെച്ച് താമസിപ്പിക്കേണ്ട, ഇപ്പം തന്നെ അതിനെപ്പറ്റി അന്വേഷിക്കണം. എത്രയും പെട്ടെന്ന് നമുക്ക് ഈ പിശാചിൻ്റെ കൂടെ നിന്ന് രക്ഷപ്പെടുകയാണ് പ്രധാനം എന്ന് അച്ഛമ്മ തന്നെ സുജാതയെ പറ്റി പറയാൻ കേട്ടോ. അപ്പോൾ യമുന പറയും, അച്ഛന് ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിയ തോട്ടം അമ്മേ, അത് നമ്മൾ കളയണോ? തോട്ടത്തിൻ്റെ നടുവിൽ ഒരു വീട് വെച്ച് താമസിക്കണമെന്നും എല്ലാവരും ഓരോ ഓണത്തിനും അവിടെ ഒത്തുകൂടണമെന്നൊക്കെ അമ്മ എത്ര സന്തോഷത്തോടെ പറഞ്ഞതാ എന്ന് യമുന പറയാം.
അച്ഛനില്ലാതെ പിന്നെ എന്തിനാടി വീട് വെക്കുന്നത്, ഒന്നിച്ചു കൂടുന്നതൊക്കെ എന്ന് ഇപ്പം ഗംഗ ചോദിക്കുവാണ് കേട്ടോ. അപ്പം എല്ലാവരും അതിനെപ്പറ്റി ചിന്തിക്കുക. ജയപാലങ്കിളിനോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ആ പണം തിരിച്ചു വാങ്ങിക്കണം, വൈകിപ്പിക്കണ്ട. ഗംഗേച്ചി ബാ, നമുക്ക് രണ്ടുപേർക്കും പോയിട്ട് വരാം എന്നും പറഞ്ഞ് കാവേരി ഗംഗയും കൂട്ടി ജയബാലനെ കാണാനായിട്ട് പോകാനായിട്ട് തുടങ്ങാണ് കേട്ടോ. സുജാതയുടെയും അച്ഛമ്മയുടെയും ഒക്കെ അവസാനത്തെ പ്രതീക്ഷയാണ് ആ പൈസ കിട്ടി എത്രയും പെട്ടെന്ന് അവരുടെ സ്നേഹതീരം വീണ്ടെടുത്ത് സുജാതയുടെ അടുത്തുനിന്ന് പോകണമെന്ന് തന്നെയാണ് അച്ഛമ്മ പോലും ആഗ്രഹിക്കുന്നത്. അപ്പം പെട്ടെന്ന് ശാരദയുടെ മനസ്സിലേക്ക് അരവിന്ദും ഒത്തുള്ള സംസാരമൊക്കെ വരികയാണ്. ആ മല കണ്ടോ, ഒരു 5 വർഷത്തോട് കഴിയുമ്പം ആ മലയെ നമ്മൾ മേടിക്കും, അവിടെ നമ്മളൊരു വീട് വെക്കും എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ശാരദയുടെ മനസ്സിലേക്ക് വരിക. എന്നോട് ഇതൊന്നും പറഞ്ഞില്ലല്ലോ, ആ മലയിലുള്ള തോട്ടം വാങ്ങുന്ന കാര്യം വന്നിട്ട് എന്താ എന്നോട് പറയാതിരുന്നത്? ഈ തോട്ടം നിന്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്, അതെന്താ അരവിന്ദേട്ടൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്താൽ അതിൽ പുല്ലൊന്നും കിളക്കില്ലേ എന്ന് ചോദിക്കുക. 5 ഏക്കർ തോട്ടത്തിന് മുതലാളിയാണ് നീയെന്ന് നിനക്കെല്ലാവരോടും പറയാലോ എന്ന് കരുതിയ. ആഹാ, അതിപ്പോൾ അരവിന്ദേട്ടൻ്റെ പേര് രജിസ്റ്റർ ചെയ്താലും എനിക്ക് പറയാലോ ഞാനാ മുതലാളിന്ന്. അതിന് അവകാശം ചോദിച്ചോണ്ട് ആര് വരാനാ എന്ന് ശാരദ ചോദിക്കുന്നതും നീ അതിനിടയ്ക്ക് അത്രയ്ക്കൊക്കെ ചിന്തിച്ചോ? ആ മലയും കടന്ന് അപ്പുറത്തേക്ക് നീ ചിന്തിച്ചു കൂട്ടിയാലോ, ഒറ്റ അടി കിട്ടിയാലുണ്ടല്ലോ എന്നും പറഞ്ഞ് അരവിന്ദൻ ചേർത്ത് നിർത്തിയതൊക്കെ ഓർമ്മ വരികയാണ് ശാരദയുടെ മനസ്സിൽ. ഈ തോട്ടവേ തൽക്കാലം എൻ്റെ പ്രിയതമ്മയുടെ പേര് തന്നെ രജിസ്റ്റർ ചെയ്താൽ മതി, അതാ എൻ്റെ ആഗ്രഹം എന്ന് അരവിന്ദൻ പറഞ്ഞ വാക്കുകളൊക്കെയാണ് ശാരദയുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും വരുന്നത്. അപ്പൊ ശാരദ ഓർമ്മയിൽ കണ്ണ് നിറച്ചോണ്ടിരിക്കുകയാണ്. കാണുമ്പം രാധമ്മയ്ക്ക് ഒരുപാട് സങ്കടമാവുക. അപ്പൊ അടുത്ത് നിന്ന് ആശ്വസിപ്പിക്കും. മോളെ ശാരദേ, നീ ഇങ്ങനെ വിഷമിക്കല്ലേ, നിനക്ക് ഇങ്ങനെ സങ്കടങ്ങൾ തന്ന ദൈവം അതിനൊരു പരിഹാരവും കണ്ടെത്തി കാണും. ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട്, നമുക്കൊരു കുഴിയുണ്ടെങ്കിൽ ഒരു കുന്നും കാണുമെന്ന്. ഒരു രക്ഷകൻ നമുക്കായിട്ട് ഉണ്ടാകും, അവന് വരാനുള്ള സമയമായിട്ടുണ്ട്. എനിക്ക് അങ്ങനെ മനസ്സ് തോന്നിക്കുന്നു. എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊക്കെ ഇതുവരെ ശരിയായിട്ടുണ്ട്. നമ്മളെ രക്ഷിക്കാനും ഈ കുഴിയിൽ നിന്ന് നമ്മളെ കരകയറ്റാനും ഒരാൾ വരും. നമ്മൾ ഈ പുഴയും കടന്ന് തുഴഞ്ഞു പോവുക തന്നെ ചെയ്യും മോളെ എന്ന് പറയാ. അത് കേൾക്കുമ്പോൾ ശാരദ രാധമ്മയെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. അപ്പോൾ രാധമ്മയ്ക്ക് ഒരുപാട് സങ്കടം വരിക. ഇതേ സമയം ആ രക്ഷകന്റെ എൻട്രി ഇന്ന് നമുക്ക് കാണാം കേട്ടോ. നമ്മുടെ നരേന്റെ എൻട്രി ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. വീടിന്റെ മുന്നിലേക്ക് കുറച്ച് പോലീസുകാർ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് അവരെ വീടും പരിസരവും ഒക്കെ നോക്കുക. വീടിന്റെ മുറ്റത്ത് ഒരു പന്തലിട്ടിട്ടുണ്ട്, അതെല്ലാം വലിച്ച് പറിച്ച് ഒക്കെ ഇട്ടേക്കുക. അവിടെ ഇരുന്ന സാധനങ്ങളെല്ലാം ആരോ അടിച്ച് തകർത്ത പോലുള്ള ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ആ വീട്ടിൽ നിന്ന് ഒരു മുത്തശ്ശൻ ഇറങ്ങി വരികയാണ് കേട്ടോ. വളരെ പ്രൗഢിയോടുകൂടി ഒരു രാജാവിന്റെ ഗംഭീര്യത്തോടെ ഒരു മുത്തശ്ശനും, തൊട്ടടുത്ത് മറ്റൊരാളും ഉണ്ട്, ഒരു ചെറുപ്പക്കാരൻ, പിന്നെ വളരെ സുന്ദരിയായിട്ടുള്ള ഒരു മുത്തശ്ശിയും. അപ്പോൾ ആ മുത്തശ്ശൻ അവിടെ നിൽക്കുന്ന ആ ആളോട് പറയാണ്, അല്ല പോലീസിനൊന്നും വിളിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, എന്തിനാ പോലീസിനെയൊക്കെ നീ വിളിച്ചത്? അപ്പോൾ പറയും, എല്ലാത്തിനും ഒരു തെളിവ് വേണമല്ലോ, പോലീസും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കട്ടെ, അത് അതിൻ്റെ ശരിയെന്ന് എനിക്ക് തോന്നി. ഇവിടെ എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ അത് അവരോട് അറിയേണ്ട കാര്യമാണല്ലോ എന്ന് പറയാണ്. എന്നാൽ ശരി എന്ന് ആ മുത്തശ്ശനപ്പം പറയാം. അപ്പോൾ SIയും കൂട്ടരും കൂടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരിക. എന്നിട്ട് ആ പ്രായമായിട്ടുള്ള ആ മനുഷ്യനോട് പറയാണ്, ഗുഡ് മോർണിംഗ് സാർ, ഞാൻ ടൗണിലെ ഇപ്പോഴത്തെ പുതിയ SI ആണ്. അവിടെയുള്ള ഒരുമാതിരി എല്ലാവരെയും എനിക്കറിയാം, പുതിയ ആളാണല്ലേ? അതെ സാർ, ഞാൻ പുതിയ അപ്പോയിൻമെൻ്റ് ആണ് എന്ന് പറയാണ്. ഓ, അതാ എനിക്ക് തന്നെ പരിചയമില്ലാത്തത്. സാറിൻ്റെ ഫാമിലി ഹിസ്റ്ററിയും ബിസിനസ്സെ പറ്റിയൊക്കെ എന്നോട് രാജേഷ് സാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കും മറ്റൊരാൾ പറയാണ്, അല്ല ഞാൻ പോലീസിനെ വിളിച്ചത് എന്ന് അയാൾ പറയാം. അപ്പം ഇതാരാ എന്ന് ആ മുത്തശ്ശനോട് പോലീസുകാർ ചോദിക്കുക. എൻ്റെ ഇളയ മകൾ ഗായത്രിയുടെ ഹസ്ബൻഡാ, എൻ്റെ മരുമകൻ ശിവരാജ് എന്ന പേര് എന്ന് പറയാണേ. അപ്പം പോലീസുകാർ മുത്തശ്ശന് കൊടുക്കുന്ന അമിത പരിഗണനയൊന്നും ഇയാൾക്ക് താല്പര്യപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ പോലീസുകാരൻ മുത്തശ്ശനോട് ചോദിക്കുകയാണ്, മുറിയിലുള്ളത് മൂത്ത മകളുടെ മകനാണല്ലേ? മൂത്ത മകൾ ഗൗരിയും ഹസ്ബൻഡ് ശങ്കർദാസും വർഷങ്ങൾക്ക് മുൻപേ ഒരു ആക്സിഡന്റിൽ മരിച്ചു എന്ന് ശിവരാജ് അപ്പം പറയാം. ഇപ്പം ഇവിടുത്തെ ബിസിനസ്സൊക്കെ നോക്കി നടത്തുന്നത് ഞാനാ എന്ന് ശിവരാജ് പറയാണ് കേട്ടോ. ഓ, അങ്ങനെയാണോ കാര്യങ്ങളൊക്കെ? അപ്പം മുത്തശ്ശനോട് പോലീസുകാരൻ ചോദിക്കുക, റൂം ലോക്ക് ചെയ്തിട്ട് എത്ര സമയമായി? സമയമോ? ദിവസങ്ങളായി എന്ന് അപ്പം മുത്തശ്ശി പറയാം. ദിവസങ്ങളോ? അപ്പം ഭക്ഷണം? അലക്സാറിന് എൻ്റെ ചെറുമകൻ നരനെ അറിയാഞ്ഞിട്ടാ, സാധാരണ മനുഷ്യനെ പോലെയൊന്നും അല്ല ഇവൻ എന്ന് പറയും മുത്തശ്ശനെ. ഏത് സമയത്തും എന്തും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് മുകളിലത്തെ റൂമിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കുകയാണ്. എന്താ ഒരു സൗണ്ട് അവിടെ കേട്ടത് എന്ന് പോലീസുകാരപ്പോൾ ചോദിക്കുക. എന്നിട്ട് പോലീസുകാരെല്ലാവരും കൂടി അവൻ്റെ റൂമിലേക്ക് ചെല്ലുക. അപ്പോഴത്തേക്കും ശിവരാജ് മനസ്സിൽ പറയുക, കഴിഞ്ഞെന്ന് തോന്നുന്നു, എന്തായാലും പോലീസ് ഉള്ളത് നന്നായി എന്ന് ചിന്തിക്കുക. പോലീസ് നടപടികളൊക്കെ പെട്ടെന്നങ്ങ് കഴിയട്ടെ, അവൻ്റെ ശല്യം അതോടുകൂടി തീരൂലോ എന്നൊക്കെ ശിവരാജ് ഇങ്ങനെ മനസ്സിൽ സംസാരിക്കുകയാണ് കേട്ടോ. അയാളുടെ സംസാരത്തിൽ തന്നെ ഒരു സ്വാർത്ഥനായിട്ടുള്ള നന്മയില്ലാത്തൊരു മനുഷ്യനാണ് എന്ന് നമുക്ക് മനസ്സിലാകും.
പോലീസുകാരെല്ലാം കൂടി നരൻ്റെ റൂമിൻ്റെ വാതിക്കെ തല്ലി പൊളിക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയും, അതങ്ങനെ ഇടിച്ചാലൊന്നും പൊളിയില്ല സാർ, അത്ര ഉറപ്പുള്ള വാതില എന്ന് പറയാം. ഞങ്ങളൊന്ന് നോക്കട്ടെ, അല്ലാതെ ഇങ്ങനൊരാളെ ഇത്രയും ദിവസങ്ങളായി റൂമിൽ പൂട്ടിയിരിക്കുന്ന നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ സാധിക്കില്ലല്ലോ സാർ എന്ന് മുത്തശ്ശനോട് പറയാണ്. ഇതൊക്കെ കണ്ട് വളരെ സന്തോഷത്തോടു കൂടി ശിവരാമൻ കയറി വരികയാണ്, ശിവരാജ് കയറി വരികയാണ്. അപ്പോൾ ശിവരാജിൻ്റെ ഭാര്യ, അതായത് നമ്മുടെ മുത്തശ്ശിയുടെ ഇളയ മകൾ, ആകെ സങ്കടപ്പെട്ടിരിക്കുക. മോനെ വാതിൽ തുറക്കടാ, നീ ഇതെന്താ ഈ ചെയ്യുന്നത്, വാതിൽ തുറക്കുക എന്നും പറഞ്ഞ് അവർ കരഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് കേട്ടോ. അപ്പം അതൊക്കെ കാണുന്ന ശിവരാജ് ഭാര്യയുടെ അടുത്ത് എന്നിട്ട് ചോദിക്കും, നീ എന്തിനാ ഇത്ര കണ്ണീരൊഴുക്കുന്നത്, അവിടെ കിടക്കുന്നത് നിന്റെ സ്വന്തം മോനൊന്നും അല്ലല്ലോ, നീ പെറ്റ മകനും അല്ല, നിന്റെ ചേച്ചിയുടെ മകനല്ലേ, അവനോട് ഇത്ര ആത്മാർത്ഥ സ്നേഹത്തിൻ്റെ കാര്യമൊന്നും ഇല്ല. ഇപ്പം ഈ സംഭവിക്കുന്നതൊക്കെ നല്ലതിനാണെന്നങ്ങ് ചിന്തിച്ചാൽ മതി. ദേ ശിവരാജേട്ടാ, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നില്ലേ? അവൻ അവിടെ കിടന്ന് ചത്തുപോയാലേ അത് നമുക്ക് ഗുണം ചെയ്യത്തേ ഉള്ളൂ, അത്രയും നീ അങ്ങ് മനസ്സിലാക്കിയാൽ മതി. നമുക്കും നമ്മുടെ മക്കൾക്കും അതിൻ്റെ നേട്ടം, അതുകൊണ്ട് ഇതൊക്കെ നല്ലതാണെന്ന് കരുതിയാൽ മതി. അത്രയ്ക്കങ്ങ് ആത്മാർത്ഥതയൊന്നും ചേച്ചിയുടെ മകനോട് കാണിക്കേണ്ട കാര്യം നിനക്കില്ല, ഞാൻ പറയുന്നത് മനസ്സിലായോടി എന്ന് ശിവരാജ് ഭാര്യയോട് ചോദിക്കുകയാണ് കേട്ടോ. അയാൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. അപ്പോൾ പോലീസുകാർ ഒരു വിധത്തിൽ വാതിൽ തല്ലി പൊട്ടിക്കുമ്പോൾ പെട്ടെന്ന് വാതിൽ തുറന്ന് നരൻ വല്ലാത്തൊരു ഭാവത്തിൽ മുഖമൊക്കെ ചുമന്ന് കണ്ണൊക്കെ തുറിച്ചിങ്ങനെ ഒരു ഗണ്ണുമായിട്ട് വന്ന് പോലീസുകാരെ ഹാൻഡ്സപ്പ് എന്ന് പറയാണ്. ഇതേ നരിമടയാ, ഇവിടെ കയറാൻ നിങ്ങൾക്ക് ആരാ പെർമിഷൻ തന്നത്? അപ്പോൾ ആ പോലീസുകാരൻ പറയും, ഹാൻഡ് ഓവർ ദ ഗൺ എന്ന് നരനോട് പറയും. ഇല്ല, ദിസ് ഇസ് മൈ ഗൺ, ഇസ് മൈ പ്ലേസ്, ഞാനിത് നിങ്ങൾക്ക് തരില്ല, തോക്ക് തരാനാ പറഞ്ഞത്. അപ്പം സ്റ്റെപ്പ് ബാക്ക് എന്ന് പറഞ്ഞാൽ നരൻ സൗണ്ട് വെക്കും, ഞാൻ ഷൂട്ട് ചെയ്യും, മാറി നിൽക്കാനാ പറയുന്നത്. അപ്പം മുത്തശ്ശിയും കരഞ്ഞുകൊണ്ട് പറയും, മോനെ അരുത്, ഇതേ ഇങ്ങനെ ഒന്ന് സംസാരിക്കല്ലേ എന്ന് പറയും. മാറാനാ ഞാൻ പറഞ്ഞത് എന്ന് നരൻ പോലീസുകാരോട് പറയാം. മോനെ നീ എന്തൊക്കെയാ ചെയ്യുന്നത്? എങ്കിലും ഒരു അനീതിക്കോ അക്രമത്തിനോ കാക്കിയിട്ടവൻ്റെ മുന്നിൽ ഓക്കാനിച്ചുകൊണ്ട് ഞാൻ നിന്നിട്ടില്ല. ശങ്കർദാസിൻ്റെ മകൻ നരയൻ, ഇനിയും എനിക്ക് ആ അവസ്ഥ വരെ ഞാൻ സമ്മതിച്ച് കൊടുക്കില്ല. അപ്പം മുത്തശ്ശിയും കരഞ്ഞുകൊണ്ട് പറയും, മോനെ നീ എന്തൊക്കെയായി ചെയ്യുന്നത്? അയ്യോ എൻ്റെ മോൻ, എൻ്റെ കുഞ്ഞിത് എന്താ കാണിക്കുന്നത് എന്നും പറഞ്ഞ് മുത്തശ്ശിനെ കെട്ടിപ്പിടിച്ച് നിന്ന് നമ്മുടെ മുത്തശ്ശി കരയാണ് കേട്ടോ. അപ്പം ഇതൊക്കെ കാണുമ്പം ശിവരാജന് ചെറുതായിട്ട് പേടിയാവുന്നുണ്ട്. അയാൾക്ക് നമ്മുടെ നരനെ പേടിയാണെന്ന് അയാളുടെ ഭാവത്തു നിന്ന് തന്നെ മനസ്സിലാക്കാം. ഇതുവരെ കടം തീർത്തതും കടം കൊണ്ടതും ഒക്കെ ഈ കൈകൊണ്ട് തന്നെയാ എന്ന് വല്ലാത്തൊരു ഭാവത്തോടു കൂടി നരൻ ഈ പറയുന്നത് കേട്ടോ. നരൻ്റെ നിൽപ്പിലും ഭാവത്തിലും ഒക്കെ എല്ലാവർക്കും നല്ല പേടിയാവുന്നുണ്ട് കേട്ടോ. അപ്പം ശിവരാജു ആണേലും ഭയന്നിങ്ങനെ നിൽക്കുകയാണ്. ഇവൻ എന്താ ഈ പറയുന്നത്? അതുകൊണ്ട് എനിക്കിപ്പോൾ ഉണ്ടായ നഷ്ടങ്ങൾക്ക് കണക്ക് പറയാൻ മൂന്നാമതൊരാളുടെ ഇടപെടൽ അത് വേണ്ട, അത് നരൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പോലീസുകാരുടെ തോക്ക് തൂണ്ടിക്കൊണ്ട് പറയാം. കണ്ടുപിടിച്ചിരിക്കും എനിക്ക് ഈ നഷ്ടമുണ്ടാക്കിയത് ആരാന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അതിനിടയിൽ ക്രമസമാധാനത്തിന്റെ ചട്ടക്കൂടുമായിട്ട് ഒരുത്തനും കയറി വരരുത്. ഇത് നരിയുടെ ഏരിയ, നരിമട, ഇവിടെ കയറി ഒരുത്തനും ഭരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പം ഒരു കാക്കിയിട്ടവന്മാരും ഇങ്ങോട്ട് കയറി വരണ്ട എന്നും പറഞ്ഞ് വാതിൽ കൊട്ടി അടയ്ക്കുവാണ് കേട്ടോ. അപ്പം ശിവരാജനും ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. അവരെന്തോ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ എന്ന് ഭയന്ന് നിൽക്കുക. പോലീസുകാരും എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ സ്തംഭിച്ച് നിൽക്കുക. ഇത് എന്തൊരു മനുഷ്യനാ? അവർ വീണ്ടും വാതിൽ തുറക്കാനായിട്ട് നോക്കുമ്പോൾ മുത്തശ്ശനും കൂടി പറയും, സാർ പ്ലീസ് ഒന്നും വേണ്ട, അവൻ്റെ വഴിക്ക് വിട്ടേരെ, അവൻ സമാധാനമാകുമ്പം തന്നെ ഇറങ്ങി വന്നോളും, ഇതൊക്കെ ഇവിടെ പതിവുള്ളതാ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ പോലീസുകാർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുക. അപ്പോൾ മുത്തശ്ശിയും കൈ കൂപ്പും, പ്ലീസ് ദയവുണ്ടാവണം, അവൻ്റെ വഴിക്ക് വിടു സാർ എന്ന് മുത്തശ്ശിയും കൂടി പറയുകയാണേ. അപ്പോൾ വൃദ്ധരായ ആ മനുഷ്യരുടെ അഭ്യർത്ഥന മാനിക്കാതിരിക്കാൻ പോലീസുകാർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അവർ പരസ്പരം പറയുക, എന്തൊരു മനുഷ്യനായി ഇത് എന്നിങ്ങനെ ചിന്തിക്കുക. അപ്പോൾ ചായയൊക്കെ പോലീസുകാർക്ക് മുത്തശ്ശിയും കൊടുക്കുകയാണ് കേട്ടോ. കേസ് ഒഴിവാക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാനുള്ള കാരണം സാറിന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ എന്ന് മുത്തശ്ശൻ ചോദിക്കുകയാണ് കേട്ടോ. ഇപ്പോഴേ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഇവൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞങ്ങളുടെ നരയൻ, അവൻ്റെ സ്വഭാവം ആകെ മാറിപ്പോയി. ആ പെൺകുട്ടി പോയിട്ടിപ്പോൾ എത്ര നാളായി? സാറ് കണ്ടില്ലേ കല്യാണത്തിൻ്റെ പന്തലും ഒരുക്കങ്ങളും ഒക്കെ? അന്ന് തുടങ്ങിയതാ അവൻ്റെ ഈ അവസ്ഥ. സോ കല്യാണ തലേന്നാണ് നിങ്ങൾക്ക് ന്യൂസ് കിട്ടുന്നതല്ലേ? അവൾ പോയതിന് ശേഷം എല്ലാം മാറി, അവൻ്റെ സ്വഭാവം തന്നെ മാറി. ഞങ്ങളുടെ നരേനെ ഞങ്ങൾക്ക് വീണ്ടെടുക്കാൻ പറ്റാത്ത വിധം അവൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു. എങ്കിലും ആ പെൺകുട്ടി ഇപ്പോൾ എവിടെയായിരിക്കും എന്ന് അപ്പോൾ പോലീസുകാർ മുത്തശ്ശനോട് ചോദിക്കും. എവിടെയാണെങ്കിലും ഞങ്ങളുടെ നരേൻ തന്നെ അവളെ കണ്ടുപിടിച്ചിരിക്കും, അവൾക്കുള്ള ശിക്ഷയും കൊടുത്തിരിക്കും. അവളുടെ വിധി തീരുമാനിക്കുന്നതും നരേൻ തന്നെ ആയിരിക്കും. ഈ കണ്ടതും അറിഞ്ഞതും കേട്ടതും ഒന്നുമല്ല ഞങ്ങളുടെ നരയൻ എന്ന് പോലീസുകാർ പറയാണ് കേട്ടോ. അപ്പോൾ ശിവരാജനാണ് നരൻ്റെ ഈ കല്യാണം മുടങ്ങിയതിൽ എന്ന് അയാളുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ആ രീതിയിലുള്ള നിപ്പും ഭാവവും ഒക്കെയാണ് കേട്ടോ.
നരനെ വളരാൻ ഒട്ടും താല്പര്യമില്ലാത്തൊരു മനുഷ്യനാണ് ശിവരാജ് എന്ന് നമുക്ക് ആദ്യത്തെ കാഴ്ചയിൽ തന്നെ മനസ്സിലാക്കും. വളരെ സ്വാർത്ഥത കൈമുതലായുള്ള എല്ലാം തനിക്കും തൻ്റെ കുടുംബത്തിനും വേണമെന്ന് സ്വാർത്ഥമായി ചിന്തിക്കുന്ന ഒരു വ്യക്തി. എന്നാൽ അയാളുടെ ഭാര്യ അയാളുടെ എല്ലാ സ്വഭാവങ്ങളും അറിഞ്ഞു വെച്ചുകൊണ്ട് അയാളുടെ ഒപ്പം നിൽക്കാതെ മറ്റു മാർഗമില്ലാതെ എന്നാൽ ചേച്ചിയുടെ മകനോട് സ്നേഹം പുലർത്തുന്ന ഒരു സ്ത്രീയുമായിട്ട് നമുക്ക് തോന്നുന്നു. സമയം നമ്മുടെ സുജാതയുടെ വീട്ടിൽ സുജാതയുടെ കൊച്ചുമകൾ ഒരു പാവക്കുട്ടിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ കുട്ടിയെ കാണുമ്പോഴത്തേക്കും നമ്മുടെ നിളക്കുട്ടി അവളുടെ അടുത്തേക്ക് ചെല്ലുക. അല്ല മോളെ, ഇത് നല്ല പാവയാണല്ലോ, ചേച്ചിക്കും കൂടി തരുമോ എന്ന് വെറുതെ കളിക്ക് ഇങ്ങനെ ചോദിക്കേ. അപ്പോൾ ആ ചിന്നു മോള്, ആ കുട്ടിയുടെ പേര് ചിന്നുന്ന, അവൾ അവിടെ ഇരുന്ന് കരയാനായിട്ട് തുടങ്ങും. ഇത് എൻ്റെ പാവയാണ്, ഞാൻ ആർക്കും തരില്ല. അപ്പോൾ കൊച്ചു കരയുന്ന സൗണ്ട് കേട്ടോണ്ടാണ് ഗീത അങ്ങോട്ട് വരുന്നത്. നീ എൻ്റെ കൊച്ചിനെ കരയിച്ചോടി. അയ്യോ ഇല്ല ചേച്ചി, ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. ഈ പാവയെ കണ്ടപ്പം ഞാനൊന്ന് നോക്കിയതേ ഉള്ളൂ. എന്നിട്ട് ആ പാവ ഇപ്പം നിൻ്റെ കയ്യിലാണല്ലോ ഇരിക്കുന്നത്. കുഞ്ഞു കൊച്ചിനോട് പാവയെ തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് അവൾ ന്യായം പറയുന്നോ? നിനക്ക് നാണമില്ലേടി? അവൾ നിന്നെക്കാളും എത്ര ചെറുതാ. അപ്പോൾ സുജാത അങ്ങോട്ട് വരിക. അമ്മ കാണുന്നുണ്ടോ എൻ്റെ കുഞ്ഞിനെ ഇവൾ കരയിച്ചിട്ട് നിൽക്കുന്ന കണ്ടോ? അപ്പം നിളയാണെങ്കിൽ ഇവരുടെ ഈ വഴക്കൊക്കെ കേട്ടുകൊണ്ട് സങ്കടപ്പെട്ട് നിൽക്കുക. അപ്പോൾ സൗണ്ട് കേട്ടുകൊണ്ട് വിനീത് അങ്ങോട്ട് വരിക. എന്താ ഇവിടെ ബഹളം? ഓ വന്നല്ലോ രക്ഷകൻ എന്ന് സുജാത പറയും. നീ കണ്ടോടാ, നിന്റെ ചേച്ചിയുടെ കൊച്ചു കളിച്ചോണ്ടിരുന്ന പാവയെ നിന്റെ പുന്നാര ഈ അനിയത്തി നിള തട്ടിപ്പറിച്ച് മേടിച്ചു. എന്നിട്ട് കൊച്ചിനെ കരയിപ്പിക്കുന്ന കണ്ടില്ലേ? ഇല്ല വിനീതേട്ട, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. സുജാത അപ്പച്ചി വെറുതെ പറയുന്നതാ. ഞാനിനി കള്ളം പറഞ്ഞെന്ന് പറഞ്ഞോ കേട്ടോ. ദേ കൊച്ചു കരയുന്ന കണ്ടില്ലേ? അപ്പം വിനീത് പറയും, മോള് പൊയ്ക്കോ, ചേച്ചിമാരുടെ അടുത്തേക്ക് ചെല്ല്, ഇത് വിനീതായിട്ട് സോൾവ് ചെയ്തോളാം എന്ന് പറയണേ. അത് കേൾക്കുമ്പോൾ നീളെ അങ്ങോട്ട് പോവാം. എടാ നിനക്ക് നാണം ഉണ്ടോടാ ഇവളുമാരുടെയൊക്കെ പിന്നാലെ ഇങ്ങനെ നടക്കാനായിട്ട് എന്ന് ഗീത അപ്പം ചോദിക്കും. ചേച്ചി ചുമ്മാ ഇവിടെ ബഹളം ഉണ്ടാക്കാതെ ചേച്ചിയുടെ കാര്യം നോക്കിക്കേ എന്നും പറഞ്ഞ് വിനീത് അവിടെ നിന്ന് പോവാ. കണ്ടോടി, ഇതാ ഇവിടുത്തെ അവസ്ഥ. അമ്മയ്ക്ക് ചുണിയില്ലാഞ്ഞിട്ടാന്നേ ഞാൻ പറയത്തുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടാ. അവരെ ഇങ്ങനെ ഭരിക്കാനും ഇവിടെ ജീവിക്കാനും അമ്മ അനുവദിക്കാൻ പാടില്ലായിരുന്നു. ഇതൊക്കെ എൻ്റെ സ്വർണ്ണമ്മയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ അറിയാം. ഇവിടുത്തെ കാര്യം തീരുമാനിക്കാൻ തൽക്കാലം നിൻ്റെ സ്വർണ്ണമ്മ വേണ്ട, ഞാൻ തന്നെ മതി. അതെന്താമ്മേ അങ്ങനെ ഒരു വർത്താനം? സ്വർണ്ണമ്മയും ദാസേട്ടനും കൂടി എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞതാ. ഇവിടെ കുടിയേറി പാർപ്പിച്ചിരിക്കുന്നവരെല്ലാം കുടി ഒഴിപ്പിക്കാൻ അമ്മയ്ക്ക് സഹായിക്കാൻ വേണ്ടി. അമ്മയ്ക്ക് എല്ലാവരോടും ദയ അനുകമ്പയാണെന്ന് എൻ്റെ സ്വർണ്ണമ്മ എപ്പോഴും പറയും. ആയിക്കോട്ടെ, തൽക്കാലം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ഈ സുജാത മതി. നിന്റെ സ്വർണ്ണമ്മ ഇങ്ങോട്ട് വരണ്ട. അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ ചില പ്രവൃത്തികളൊക്കെ ചെയ്യും. അതിന് അമ്മ എന്നെ ശാസിക്കാനൊന്നും വന്നേക്കരുത്. നീ എന്താന്ന് വെച്ചാൽ ചെയ്യുക. ദേ അമ്മ ഇങ്ങനെ എന്തോന്ന് വെച്ച് ചെയ്യുന്നു പറഞ്ഞുകൊണ്ടിരുന്നാലേ അവസാനം അമ്മയെ ഇവിടുന്ന് ഇറക്കി വിടുന്ന അവസ്ഥ വരരുത്. അമ്മയുടെ കയ്യിലിരിക്കുന്നതും കൂടി പോകും. അതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. എൻ്റെ പൊന്നോ, നീ എന്തെങ്കിലും കാണിക്കുക. പക്ഷേ ഈ വീട്ടിലേക്ക് നിന്റെ സ്വർണ്ണമ്മയെ മാത്രം നീ ദയവ് ചെയ്ത് കൊണ്ടുവരരുത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഈ സുജാത വിചാരിച്ചാലും മുന്നോട്ട് പോയിക്കോളും. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ വേണേ ഇവിടെ നിന്നോ, എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ ഒന്നിലും ഇടപെടാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് സുജാത അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പം ഗീത, സ്വർണ്ണമ്മ വരേണ്ടതായിരുന്നു. അമ്മയുടെ അടുത്ത് എൻ്റെ ഒരടവുകളും നടക്കുന്നില്ലല്ലോ. അമ്മയ്ക്ക് എല്ലാവരും പറ്റി നന്നായിട്ട് അറിയാം. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. ഇവളുമാരെയൊക്കെ ഒന്ന് ഭരിക്കാൻ കിട്ടിയ ഒരു സാഹചര്യമല്ലേ, അത് നന്നായിട്ട് മുതലെടുക്കണം. എന്തൊരു അഹങ്കാരമായിരുന്നു. കാശുകാരാണെന്നുള്ള സ്വാർത്ഥതയാ അഹങ്കാരമൊക്കെ ആയിരുന്നല്ലോ. ഇനിയിപ്പം ഞങ്ങളുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട അവസ്ഥയല്ലേ. എൻ്റെ അടിമപ്പണി ചെയ്യിപ്പിക്കണം ഇവരെ കൊണ്ടെന്നൊക്കെ പറഞ്ഞ് ഗീതു അവിടെ നിൽക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും